രാജ്യത്ത് കോവിഡ് കേസുകൾ 3000 കടന്നു. 3395 പേർക്ക് കോവിഡ് ബാധിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം. 1336 പേർക്കാണ് കേരളത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8 പേർ കോവിഡ് മൂലം മരിച്ചു. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഗുഡ് ഈവനിംഗ്. കോവിഡ് ആശങ്ക പിടിമുറുക്കുകയാണോ? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നല്ലേ ഔദ്യോഗിക കണക്ക്? രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ 2710 ആക്റ്റീവ് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കനുസരിച്ച് 3395 പേർക്ക് രാജ്യത്ത് കോവിഡ് ബാധിതരാണ് എന്ന വിവരമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിക്കൂറുകൾക്കിടവേളയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ വിധത്തിൽ കോവിഡ് കേസുകൾ രാജ്യത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുജയ പറഞ്ഞതുപോലെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന് പറയേണ്ടി വരും. അത് 1/3 കേസുകളും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1336 പേർ കേരളത്തിൽ കോവിഡ് ബാധിതരാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയും ദില്ലിയുമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർ ഇത് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ഓരോ മണിക്കൂറിലും മരിക്കുന്നു എന്നുകൂടി പറയുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8 പേർ മരിച്ചു എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഏതായാലും ഇത് ജാഗ്രതയോടെ തന്നെ കേന്ദ്രം കാണുകയാണ്. സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള ഈ രൂപത്തിൽ വലിയ വ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങൾക്ക് കത്തു നൽകിയിട്ടുണ്ട്. അടിയന്തരമായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് ഇത് അറിയിക്കണം. ഒപ്പം സംസ്ഥാനത്തിലെ നിലവിലെ കോവിഡ് സാഹചര്യം എന്താണ്, തയ്യാറെടുപ്പുകളെല്ലാം ഒരുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഏതായാലും പൊതുവിലൊരു ജാഗ്രത വേണ്ട സമയമാണ്. കരുതലോടെ മുന്നോട്ട് പോകാം. രാജ്യത്ത് 3395 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു. അതിൽ കൂടുതലും കേരളത്തിലാണ്. കരുതലോടെ മുന്നോട്ട് പോവുക, ടെസ്റ്റുകളൊക്കെ നടത്തുക. അതോടൊപ്പം തന്നെ